ഹായ് ഓൾ. അപ്പം നമ്മൾ സൺഡേ യൂറോ യൂസിനെ കുറച്ച് പ്ലാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂറോ യൂസിൽ ഇവിടെയാണ് നമ്മൾ ഓൾറെഡി സെല്ലൊക്കെ പറഞ്ഞു വെച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു ഏരിയയിൽ സെല്ല് കിട്ടിയില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ ഇവിടെ പുഷ് ചെയ്തു. അപ്പോൾ ഈ ഒരു പുഷ് ചെയ്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡേ ചാർട്ട് ഓൺ ആക്കിയിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. അവിടെ ഏതെങ്കിലും ഏരിയാസിൽ നമുക്ക് ഇംബാലൻസോ അല്ലെങ്കിൽ ടോമോ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് മണി ട്രാൻസ്ഫേഴ്സ് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫൈനലി അങ്ങനെ റിവൈസ് ചെയ്ത സമയത്ത് നമുക്കിവിടെ നല്ല രീതിയിലൊരു AOR കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു AOR ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. കൂടെ ഇവിടെ ഒരു ഇംബാലൻസും ഉണ്ട്, അതും ഞാൻ മാർക്കപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ആ 2 എൻട്രി പോയിൻറ്റ്സിലാണ് ഞാൻ വെയിറ്റ് ചെയ്തത്, എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കുക എന്നുള്ള രീതിയിൽ. ഫൈനലി മാർക്കറ്റ് എന്താക്കി, നമ്മുടെ AOR വന്ന് ഫസ്റ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു ഡേൻ്റെ അകത്ത്. അപ്പം നേരെ ഞാൻ ഡേൻ്റെ അകത്ത് നിന്ന് 5 മിനിറ്റിലോട്ടാണ് ഫസ്റ്റ് ഞാൻ പോയത്. ഓക്കെ, ഇതാണ് നമ്മളെ 5 മിനിറ്റിലെ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഇത് നല്ല രീതിയിലൊരു പുഷാണ് കിട്ടിയത് ഇവിടെ ഈ ഒരൊറ്റ സിംഗിൾ ക്യാൻഡിലിൻ്റെ മുകളിൽ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രൈസ് റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ട്രേഡ്സ് ഞാൻ പിന്നെ ഫോക്കസ് ചെയ്തിട്ടില്ല, കാരണം ഇത് നല്ല രീതിയിൽ ഒരു ന്യൂസ് വന്നിട്ട് ഹിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്തത്. സോ ഫൈനലി ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തു. ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ വിച്ച് മീൻസ് ഈ ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ലോ നമുക്കിവിടെ ബ്രേക്ക് ചെയ്തത് ഇവിടെയാണ്. ഓർ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു ആൻഡ് ടെസ്റ്റ് കിട്ടി. ഈ ടൈമിൽ ഞാൻ 5 മിനിറ്റിനകത്ത് ഇവിടെ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 5 മിനിറ്റിൽ ഞാൻ ഇതാണ് എൻട്രി പ്ലേസ് ചെയ്തത് 1:2. ബട്ട് ഇത് ഹിറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ 1 മിനിറ്റിൽ ഞാൻ അവിടെ എഗെയിൻ ഒന്ന് പോയി നോക്കി. അപ്പോൾ 1 മിനിറ്റിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ 5 മിനിറ്റിൻ്റെ ബ്രേക്ക് കിട്ടി. എഗെയിൻ ഇവിടെയാണ് നമുക്ക് 5 മിനിറ്റിലെ എൻട്രി ഓപ്ഷൻ വരുന്നത്, വിച്ച് മീൻസ് ഈ ഒരു ടെസ്റ്റ് കിട്ടിയിട്ട്. സോ ഈ ഒരു ട്രേഡ് ട്രിഗർ ആവുന്നതിന് മുന്നേ 1 മിനിറ്റിനകത്ത് എനിക്ക് എന്ത് കിട്ടി, ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തു, ബുള്ളിഷ് ക്യാൻഡിൽ ടെസ്റ്റും കിട്ടി. അപ്പം ഞാൻ എന്താക്കി, നേരെ 1 മിനിറ്റിൽ ഇവിടെ എൻട്രി പ്ലേസ് ചെയ്തു. SL ഈ ഹൈൻ്റെ മുകളിൽ വെക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഓൾറെഡി 5 മിനിറ്റിൽ എൻട്രി ഇവിടെ വരും, SL ഇവിടെ വരും. അപ്പോൾ റിസ്ക് കുറയുന്നതുകൊണ്ട് ഞാൻ എന്താക്കി, എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടേക്ക് മാറ്റി. ആൻഡ് പേഴ്സണലി എടുക്കുന്ന റിസ്ക്കും ഞാൻ കുറച്ചിട്ടാണ് എടുത്തത്. ആൻഡ് അത് നമുക്ക് അവിടെ 1:2 ടാർഗറ്റ് കിട്ടുകയും ചെയ്തു. ആഫ്റ്റർനൂണിലാണ് നമുക്ക് ആ ട്രേഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സൺഡേ പ്ലാൻ ചെയ്തതിൻ്റെ അതൊന്ന് നമുക്ക് കിട്ടിയ എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്.